Dear students and friends, once again welcome to my channel. Today we are going to discuss accounting for class 11. Plus 1 ക്ലാസ്സിലെ അക്കൗണ്ടിംഗ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം. പ്ലസ് 1 കോമേഴ്സ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഇതുവരെ കേട്ട് പരിചയമില്ലാത്ത ഒരു സബ്ജക്റ്റാണ്. നോൺ കോമേഴ്സ് പഠിച്ച് ഡിഗ്രിക്ക് കോമേഴ്സ് സബ്ജക്റ്റ് എടുക്കുന്ന ബികോം BBA പോലുള്ള സബ്ജക്റ്റ് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്നതാണ് ഈ വീഡിയോ. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനുകൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ പ്ലസ് 1 കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഒരു പുതിയ സബ്ജക്റ്റാണ്. ഇതുവരെ കേട്ട് പരിചയമില്ലാത്ത ഒരു സബ്ജക്റ്റാണ് അക്കൗണ്ടിംഗ്. അതുപോലെ ബിസിനസ് സ്റ്റഡീസ് കോമേഴ്സ്. അക്കൗണ്ടിംഗ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. ടോപ്പിക് തുടങ്ങുന്നതിന് മുന്നേ പ്ലസ് 1 അക്കൗണ്ടിങ്ങിന്റെ മാർക്ക് സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഫസ്റ്റ് ഇയർ 60 മാർക്കിനാണ് ടേമിനൽ എക്സാമിനേഷൻ ഉണ്ടാവുക. സോ ദാറ്റ് ഈസ് TE 60 മാർക്സ്. ദെൻ CE കണ്ടിന്യൂസ് ഇവാലുവേഷൻ 20 മാർക്സ്. ടോട്ടൽ 80 മാർക്സിലാണ് ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിന്റെ എക്സാം ഉണ്ടാവുക. പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് 60 മാർക്കിന് TE വരുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എന്താണ് അക്കൗണ്ടിങ്. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ആ മീനിങ് പഠിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞൊരു പുതിയ ടോപ്പിക്കാണ്. അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് മീനിങ് പഠിക്കുന്നതിന് മുന്നേ ഞാൻ ഒരു സംഭവം പറയും. അതിലൂടെ നമുക്ക് ഇതിന്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ശ്രമിക്കും. റെഡിയല്ലേ? ഒരു അച്ഛൻ ഒരു മകൻ ഒരു ബിസിനസ് വെച്ച് കൊടുത്ത സംഭവമാണ് ഞാൻ പറയുന്നത്. റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്ന അച്ഛൻ ഒരു ബിസിനസ് ചെയ്തപ്പോഴാണ് അങ്ങനെ വിദേശത്തുള്ള മകൻ അച്ഛന് വേണ്ടി തൊട്ടടുത്ത് ഒരു സ്റ്റേഷനറി കട വെച്ചു കൊടുത്തു. അപ്പോൾ കട ഇപ്പോൾ നോക്കി നടത്തുന്നത് അച്ഛനാണ്. ഒരു വർഷം കഴിഞ്ഞ് മകൻ തിരിച്ച് നാട്ടിലേക്ക് വരിക. അപ്പോൾ വന്ന് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച ശേഷം മകൻ ഈ കടയെ കുറിച്ച് ചോദിച്ചു. എന്തുണ്ട് ഇപ്പോഴും ഈ ഷോപ്പ് എങ്ങനെ പോകുന്നു, എന്താണ് അവസ്ഥ? അപ്പോൾ അച്ഛൻ പറഞ്ഞു ഷോപ്പ് പ്രശ്നമൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നു. പിറ്റേ ദിവസം രാവിലെ മകൻ കടയിൽ പോയി അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്തൊക്കെയാണ്, എങ്ങനെയുണ്ട്, കഴിഞ്ഞ വർഷത്തെ ലാഭം എത്രയുണ്ടായിരുന്നു, എന്താണ് അവസ്ഥ, അല്ലെങ്കിൽ നഷ്ടത്തിലാണോ പോകുന്നത്? ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചു. അപ്പോഴച്ഛൻ പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല, ഞാൻ ഈ കടയിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങുന്നു, അത് മുഴുവൻ ഇവിടെ തന്നെ വിൽക്കുന്നു, ആ പൈസ കൊണ്ട് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ മകൻ ചോദിച്ചു, അച്ഛനൊന്നും ഇവിടെ എഴുതി വെക്കാറില്ലേ, ഈ കടയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും എഴുതി വെക്കാറില്ലേ എന്ന് മകൻ ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, ഞാനൊന്നും എഴുതി വെക്കാറില്ല. മകൻ പറഞ്ഞു, അങ്ങനെ എഴുതി വെക്കാതിരുന്ന ഇതൊക്കെ ഓർമ്മയുണ്ടാവുമോ? ഈ കാര്യങ്ങൾ കടയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത്, അതൊക്കെ പലതും ഓർമ്മയുണ്ടാവും എന്ന് പറഞ്ഞു. ഒരു 8 മാസം മുന്നേ എത്ര രൂപയുടെ സാധനങ്ങൾ വാങ്ങിയെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ അതിന് ഉത്തരവില്ല. കാരണം നമുക്കറിയാം ഹ്യൂമൻ മെമ്മറിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, അതിൽ കൂടുതലൊന്നും ഓർത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ മകൻ പറഞ്ഞു, ഇങ്ങനെ പറ്റില്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അച്ഛനൊന്ന് റെക്കോർഡ് ചെയ്യണം, എഴുതി വെക്കണം, ഈ കടയിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും എഴുതി വെക്കണം എന്ന് പറഞ്ഞു അവൻ തിരിച്ച് വിദേശത്ത് പോവാണ്. ഒരു വർഷം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് വന്ന സമയത്ത് അച്ഛനോട് വീണ്ടും ഈ കടയുടെ കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്, ലാഭമൊക്കെ എത്രയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ അതൊന്നും അറിയില്ല, പക്ഷെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മകൻ എഴുതി വെച്ച കാര്യങ്ങൾ നോക്കുമ്പോഴാണ് മനസ്സിലായത് ചില എഴുതി വെച്ചതൊക്കെ എവിടേക്കോ ആണ്. എല്ലാം എഴുതി വെച്ചിട്ട് ആ കടയിൽ നടന്ന മുഴുവൻ കാര്യങ്ങൾ, വാങ്ങിയ സാധനത്തിന്റെ വില, വിറ്റ സാധനങ്ങൾ, ഇലക്ട്രിസിറ്റി അടച്ചതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് അവരെവിടേക്കാണ് ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ട്, ചുമരിൽ എഴുതിയിട്ടുണ്ട്, ഇവിടേക്ക് അതായത് ഒരു ഓർഡറിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതിയിട്ടില്ല. അച്ഛനെ മകൻ നേരത്തെ പറഞ്ഞത് എഴുതണം എന്നാ പറഞ്ഞത്, എവിടെ എഴുതണം, എന്ത് എഴുതണം എന്ന് പറഞ്ഞില്ല, എങ്ങനെ എഴുതണം എന്ന് പറഞ്ഞില്ല, അതുകൊണ്ടെല്ലാം എഴുതിയിട്ടുണ്ട്, പക്ഷെ ഒരു ഓർഡറിൽ എഴുതിയിട്ടില്ല. അർത്ഥം ശ്രദ്ധിക്കാൻ പോയത്, ഓർഡറിലൊന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ മകൻ ഇതിന്റെ ഒന്നും ഈ ബിസിനസിന്റെ അവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കാരണം ഒരു ഓർഡർ ഇല്ല, പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു വർഷം മുന്നേയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയതൊക്കെ എവിടേക്കും ആയിപ്പോയി. മുമ്പ് ഇങ്ങനെ എഴുതിയാൽ പോരാ, നിങ്ങൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതണം, സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി ഓർഡറിൽ എഴുതി വെക്കണം. ഒരു നോട്ട്ബുക്ക് എടുത്തു കൊടുത്തിട്ട് മകൻ പറഞ്ഞു, ഇതിൽ ഒന്ന് എഴുതി വെക്കുക, കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇതിലൊന്ന് എഴുതി വെക്കുക എന്ന് പറഞ്ഞു. തിരിച്ചു പോയി വീണ്ടും ഒരു വർഷം കഴിഞ്ഞ് വന്നു. മകൻ വന്ന് ഈ കാര്യങ്ങളൊന്നും. അപ്പൊ അങ്ങനെ മകൻ ഈ പുസ്തകം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ
മുഴുവൻ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് ഡേറ്റ് ഇട്ട് 1 by 1 ആയിട്ട് ഓരോ ദിവസം അവിടെ നടന്ന കാര്യങ്ങൾ ബുക്കിൽ ഒരു വർഷത്തെ മുഴുവൻ കാര്യങ്ങളും അതിൽ കാണാൻ സാധിച്ചു. മകൻ വളരെ സന്തോഷമായി. അച്ഛനോട് പറഞ്ഞു നല്ല കാര്യം, ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. മനസ്സിലായ പറഞ്ഞത് ഈ ബുക്കിൽ അവിടെ നടന്ന മുഴുവൻ കാര്യങ്ങളും ഇപ്പൊ 1/1/2010 ഫോർ എക്സാമ്പിൾ 1/1/2010 ജനുവരി മുതലാണ് ആ കട വീണ്ടും അത് പുതിയ വർഷം തുടങ്ങിയതെങ്കിൽ അത് മുതൽ കഴിഞ്ഞ വർഷത്തൊന്നും എഴുതിയിട്ടില്ല. ഈ വർഷം 1/1/2010 മുതൽ എഴുതാൻ തുടങ്ങിയെങ്കിൽ 1/1/10 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, 2/1 എഴുതിയിട്ടുണ്ട്, 3/1 എഴുതിയിട്ടുണ്ട്. അങ്ങനെ കട തുറന്ന ദിവസങ്ങളിൽ അവിടെ എന്തൊക്കെ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ അതിനെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങൾ പുസ്തകത്തിൽ എഴുതി വെച്ച് നോട്ട്ബുക്കിൽ കാണാൻ പറ്റി. പക്ഷെ ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരൊരു കാര്യം മനസ്സിലായി, ഇതില് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അതായത് സാമ്പത്തികമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ പോലും ഇതിൽ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം ഒരു ബിസിനസ്സിൽ സാമ്പത്തികമായി ബന്ധമുള്ളതാണ് നമ്മൾ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇടപാട് എന്ന് പറയുന്നത്. സാമ്പത്തികമായി ബന്ധമില്ലാത്ത ഇടപാടുകൾ ഉണ്ടാവും, അതുപോലെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ ഒരു പ്രത്യേക ഡേറ്റിൽ ഒരാൾ വന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധനം വേണമെന്ന് പറഞ്ഞു, പക്ഷെ അയാൾ ഇതുവരെ പിന്നീട് വന്ന് വാങ്ങിയിട്ടില്ല. പക്ഷെ അയാൾ വന്ന് ചോദിച്ച് ഓർഡർ കിട്ടി എന്ന കാര്യം അതിൽ എഴുതിയിട്ടുണ്ടാവും, ഓർഡർ കിട്ടി. പക്ഷെ അതൊരു ഇടപാടായിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സാമ്പത്തികമായി ബന്ധമില്ലാതാണ്, അതിനൊരു മോണിറ്ററിംഗ് ഇല്ല, അല്ലെങ്കിൽ സെയിൽസ് അല്ലെങ്കിൽ അവിടെ കച്ചവടം അല്ലെങ്കിൽ നമ്മുടെ ഡീലിങ്സ് എന്ന് പറഞ്ഞ അവിടെ നടക്കുന്നില്ല. അതേപോലെ കഴിഞ്ഞ വർഷം അവിടെ ഭയങ്കര മഴയായിരുന്നു, വെള്ളപ്പൊക്കുണ്ടായ നാട്ടില് ഈ കടയിൽ കുറച്ച് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അത് അതുപോലെ ഇറങ്ങിപ്പോയി, പക്ഷെ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അത് അച്ഛൻ അവിടെ അതും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എല്ലാം എഴുതുന്ന പറഞ്ഞ സ്ഥിതിക്ക് അതും എഴുതിയിട്ടുണ്ട്. അവിടെ മകൻ പറഞ്ഞു ഇത് എഴുതേണ്ട ആവശ്യമില്ല, കാരണം അതേ സമയത്ത് ഈ വെള്ളപ്പൊക്കം ഉണ്ടായി അവിടെ കുറച്ച് സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക. ഒരു 500 രൂപയുടെ സാധനങ്ങൾ, സ്റ്റേഷനറി സാധനങ്ങളൊക്കെ ഒലിച്ചു പോയോ അല്ലെങ്കിൽ നനഞ്ഞ് മോശമായി പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ലോസ് ബൈ ഫ്ലഡ്, അതായത് വെള്ളപ്പൊക്കം കാരണമുള്ള നഷ്ടം എന്ന് പറഞ്ഞിട്ട് എഴുതാം. കാരണം അത് പണത്തിന്റെ ഭാഷയിൽ പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു കാര്യം അച്ഛനില്ലാത്ത മാറ്റി നിർത്തിയാൽ പെർഫെക്റ്റ് ആയിട്ട് അച്ഛൻ ഇതിലെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് എഴുതണം എന്ന് പറഞ്ഞു പോയി. പിറ്റേത് വർഷം വന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി മകൻ. കാരണം കൃത്യമായിട്ട് ഒരു ബുക്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഫിനാൻഷ്യൽ ഐറ്റംസ്, അതായത് ഫിനാൻഷ്യൽ നേച്ചറുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നടന്ന കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഒരു വർഷത്തെ മുഴുവൻ കാര്യങ്ങളും ആ 4ാമത്തെ വർഷം വരുമ്പോഴേക്കും കൃത്യമായിട്ട് ആ ബുക്കിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുസ്തകത്തിൽ നിന്ന് മകന് ആ ബിസിനസിന്റെ ലാഭം കണക്കാക്കാൻ വേണ്ടി പറ്റി. കാരണം ആ പുസ്തകത്തിൽ ആ ഒരു വർഷത്തെ വരവും ഒരു വർഷത്തെ ചെലവും കണ്ടുപിടിക്കാൻ മകനെ പറ്റി. അപ്പൊ ഇതൊക്കെ എഴുതി വെച്ചത് കൊണ്ടാണ് പറ്റി. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് എന്താണ് അക്കൗണ്ടിങ് എന്ന് നോക്കാം. ഈ സംഭവം ഒന്നുകൂടി ഓർത്ത് നോക്കുക. അവിടെ ആദ്യം നടന്ന കാര്യം ഫസ്റ്റ് ഇയർ അച്ഛൻ അവിടെ ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കേസ് ഹി ഡിഡ്ന്റ് റെക്കോർഡ് എനിത്തിങ്, ഒന്നും എഴുതിയിട്ടില്ല. അതാണ് ഫസ്റ്റ് കേസ് നമ്മൾ ആലോചിക്കേണ്ടത്. അച്ഛൻ എന്ത് ചെയ്തില്ല, ആ കട തുടങ്ങിയെന്നല്ലാതെ വേറെ ഒന്നും അവിടെ എഴുതിയിട്ടില്ല. ശ്രദ്ധിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, ആ ബിസിനസിന്റെ ലാഭമാണോ നഷ്ടമാണോ ഒന്നും അറിയാൻ പറ്റില്ല, എന്നും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ. സെക്കൻഡ് കേസിൽ എന്താ സംഭവിച്ചത്? സെക്കൻഡ് കേസ് ആലോചിച്ച് നോക്കുക. എഴുതാൻ പറഞ്ഞു, ഹി റെക്കോർഡഡ് എവറിത്തിങ് ബട്ട് നോട്ട് ഇൻ സിസ്റ്റമാറ്റിക് മാനർ. അതായത് എല്ലാം എഴുതി, പക്ഷെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതിയിട്ടില്ല, ഓർഡറിൽ ഉണ്ടായിരുന്നു. ഇവിടേക്ക് എഴുതിയത് കൊണ്ട് തന്നെ 2ാമത്തെ വർഷവും മകൻ അതിൻ്റെ അതൊന്നും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായി. 3ാമത്തെ കേസിൽ വന്ന ഹി റെക്കോർഡഡ് എവറിത്തിങ് ബോത്ത് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഐറ്റം, അല്ലെ സാമ്പത്തികമായി ബന്ധമില്ലാത്ത ഐറ്റംസ് പോലും അത് റെക്കോർഡ് ചെയ്യും. അതാണ് 3ാമത്തെ കേസിൽ വന്ന ഒരു അപാകം. ശരി, കേസ് നോക്കാം. ആ 4th കേസിൽ ഹി റെക്കോർഡഡ് എവറിത്തിങ് മീൻസ് ഓൺലി ഫിനാൻഷ്യൽ ഐറ്റംസ്, അല്ലെ, പിന്നെ സിസ്റ്റമാറ്റിക് വേ, അതായത് സാമ്പത്തികമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ മാത്രം സിസ്റ്റമാറ്റിക് ആയിട്ട് അദ്ദേഹം എഴുതി വെച്ചു. അപ്പൊ 4ാമത്തെ കേസിലാണ് ആ മകനെ ഈ ബിസിനസ്സിൽ ലാഭമാണോ നഷ്ടമാണോ കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ദിസ് ഈസ് അക്കൗണ്ടിങ്. സോ ഇൻ സിമ്പിൾ വേർഡ്സ്, വാട്ട് ഈസ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് മീൻസ് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഇനി ഞാൻ ടേം മാറ്റാൻ പോവാം. ബിസിനസ് ട്രാൻസാക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു ബിസിനസ് നടക്കുന്ന കാര്യങ്ങൾ ട്രാൻസാക്ഷൻസ്, ഇടപാടുകൾ എന്നാണ് വിളിക്കുക. ബിസിനസ്സിൽ നടക്കുന്ന ഡീലിങ്സിനെ ടേം ട്രാൻസാക്ഷൻസ് എന്നാണ്. അപ്പൊ ഞാൻ ടേം മാറ്റാൻ പോവാണ്. സോ അക്കൗണ്ടിങ് സിമ്പിൾ വേർഡ്സ് പറഞ്ഞാൽ അക്കൗണ്ടിങ് ഈസ് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ടേംസ് ഓഫ് മണി. പണത്തിന്റെ ഭാഷയിൽ എഴുതി വെക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു പണത്തിന്റെ ഭാഷയിൽ ബിസിനസിന്റെ ട്രാൻസാക്ഷൻസ് എഴുതി വെക്കുക. റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ടേംസ് ഓഫ് മണി ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ.
ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. സിമ്പിൾ വേർഡ്സിൽ നമ്മളൊരാൾ ചോദിച്ചാൽ മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ പണത്തിന്റെ ഭാഷയിൽ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക. അത് മാത്രമല്ല അക്കൗണ്ടിങ്, പക്ഷെ ചുരുക്കി രീതിയിൽ പറഞ്ഞാൽ, അതായത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരാളോട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ് അക്കൗണ്ടിങ്? ബിസിനസ് നടക്കുന്ന പണവുമായിട്ട് ബന്ധപ്പെടുന്ന ഇടപാടുകൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കുക, എഴുതി വെക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. ഈ അച്ഛൻ ചെയ്യുന്ന നാലാമത്തെ കാര്യത്തിൽ എത്തുമ്പോഴേ കൃത്യമായിട്ട് അത് അക്കൗണ്ടിങ് ആവുന്നു. ആദ്യത്തെ അക്കൗണ്ടിങ് ഇല്ല, രണ്ടാമത്തതില് സിസ്റ്റമാറ്റിക് വേലല്ല, മൂന്നാമത്തതില് ഫിനാൻഷ്യൽ നോൺ ഫിനാൻഷ്യൽ സാമ്പത്തികമായി ബന്ധമുള്ളതും ബന്ധമില്ലാതെ എഴുതി, നാലാമത്തതില് സാമ്പത്തികമായി ബന്ധമുള്ളത് മാത്രം. അതായത് those transactions which can be measured in terms of money, പണത്തിന്റെ ഭാഷയിൽ അളക്കാൻ പറ്റുന്ന ഇടപാടുകൾ. അപ്പൊ ആ സ്റ്റേഷനറി കടയിൽ നടന്ന ഇടപാടുകൾ എന്തൊക്കെ പറയാൻ പറ്റും നമുക്ക്? ഉദാഹരണം പറഞ്ഞാൽ റെന്റ് ആണ് ബിൽഡിംഗ് എങ്കിൽ റെന്റ് കൊടുക്കണം, ഇലക്ട്രിസിറ്റി ചാർജ് അടക്കണം, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇടപാടെന്ന് പറയാം. സാധനം വാങ്ങുന്നത്, സാധനം വിൽക്കുന്നത്, കടം വാങ്ങുന്നത്, കടം കൊടുക്കുന്നത്, ഇതൊക്കെ ഇടപാടുകളാണ്. ആ ഇടപാടുകൾ എഴുതി വെക്കുന്നതിനാണ് നമ്മൾ വിളിക്കുന്നത് അക്കൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. ഇതാണ് സിമ്പിൾ വേർഡ്സിൽ അല്ലെങ്കിൽ ലളിതമായിട്ട് പറഞ്ഞാൽ അക്കൗണ്ടിങ് എന്ന് പറയും. പക്ഷെ അക്കൗണ്ടിങ് അത്തരം ഒരു ചുരുക്കി പറയേണ്ട ഒരു കാര്യമല്ല. ഇതിന് ഒരു വലിയ ഒരു അർത്ഥമുണ്ട്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ഒരു വിശാലമായ അർത്ഥത്തിൽ കിടക്കുന്ന ഒരു വേർഡാണ് അക്കൗണ്ടിങ്. സോ ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്. ഒരു നിർവചനം പഠിക്കാൻ പോകും. ആ നിർവചനത്തിൽ അക്കൗണ്ടിങ്ങിന് മുഴുവൻ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാവും. സോ ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ ഡെഫിനിഷൻ ഗിവൻ ബൈ AICPA. Who is AICPA? American Institute of Certified Public Accountants. It's an organization. AICPA, American Institute of Certified Public Accountants. ഈ ഓർഗനൈസേഷൻ നൽകിയ ഒരു ഡെഫിനിഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഓർഗനൈസേഷൻ നൽകിയ ഒരു ഡെഫിനിഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. According to AICPA, this is the definition. See this: accounting is an art of recording, classifying, and summarizing in significant manner and in terms of money, transactions, and events which are in part at least of financial character and interpreting the result thereof. This is the definition given by AICPA. ഈ ഡെഫിനിഷൻ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഇതിൽ എന്താണ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞത്? നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടി വിശദമായിട്ട് ഈ ഡെഫിനിഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. It's an art. It's an art. Why it is called art? Because it requires special skill. അല്ലെങ്കിൽ പ്രത്യേക കഴിവ് വേണം ഇത് ചെയ്യണമെങ്കിൽ. അക്കൗണ്ടിങ് നമുക്ക് അറിഞ്ഞിരിക്കണം എന്നർത്ഥം. അക്കൗണ്ടിങ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല, അത് മനസ്സിലാക്കി മാത്രമേ ചെയ്യാം. അതുകൊണ്ട് ആർട്ട് എന്ന് വിളിക്കും. It's an art of recording. It's an art of recording. റെക്കോർഡ് ചെയ്യുന്ന ആർട്ടാണ്. റെക്കോർഡ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, അതായത് ബിസിനസ് നടക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക, റെക്കോർഡിംഗ്. ക്ലാസിഫൈങ്. ഇപ്പൊ ആദ്യം ചെയ്യേണ്ടത് റെക്കോർഡിംഗ് ആണ്. റെക്കോർഡിംഗ് മീൻസ് ഡേ ബൈ ഡേ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം. ഇപ്പം 1/1/2010 തുടങ്ങിയ ബിസിനസ് ആണ്. 1/1/2010 അന്ന് എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടന്നു, കൃത്യമായിട്ട് ഒരിക്കലും എഴുതുന്നു. എഴുതുന്നത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറയാ ആ രീതിയിലല്ല എഴുതുന്നത്. എഴുതുന്നതിന് പ്രത്യേക രീതിയുണ്ട്, അതൊക്കെ പിന്നീട് പഠിക്കുന്നു. ഇപ്പം മനസ്സിലാക്കുന്നത് എഴുതുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക. റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പൊ നമ്മൾ എഴുതുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക, റെക്കോർഡ് ചെയ്യും. അപ്പോൾ 1/1/2010 ഫസ്റ്റ് നടന്ന ട്രാൻസാക്ഷൻ ഇടപാടുകൾ ഒക്കെ പറഞ്ഞു. മറ്റൊന്ന് മറന്നുപോയത് ട്രാൻസാക്ഷൻ ഇടപാടുകൾ. ആ ഇടപാട് എഴുതി. രണ്ടാമത്തെ ഇടപാട് അങ്ങനെ എഴുതി കഴിഞ്ഞു. 2 3 അങ്ങനെ ഡേ ബൈ ഡേ നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പൊ ഒരു വർഷം നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. 365 ദിവസത്തിൽ ലീവ് ഒഴികെ, അല്ലെങ്കിൽ ആ കട തുറന്ന ദിവസം മുഴുവൻ ഈ ട്രാൻസാക്ഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അതങ്ങനെ എഴുതി വെച്ചു. റെക്കോർഡിംഗ്. ക്ലാസിഫിക്കേഷൻ. എന്താ ഈ ക്ലാസിഫിക്കേഷൻ? തരംതിരിക്കുക എന്നാണ്. തരംതിരിക്കുക. എന്തിനാണ് നമ്മൾ തരംതിരിക്കുക എന്ന് വെക്കുക? ഈ പറഞ്ഞ റെക്കോർഡഡ് ട്രാൻസാക്ഷനില് there may be transaction with similar nature. ഒരേ നേച്ചറുള്ള ട്രാൻസാക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഒരു വർഷം നമ്മൾ ഈ ട്രാൻസാക്ഷൻ ചെയ്താൽ ഒരേപോലുള്ള ട്രാൻസാക്ഷൻ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ അവിടെ റെന്റ് പെയ്ഡ് എന്ന് പറയുന്നത്, റെന്റ് കൊടുത്തു എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എടുത്തു നോക്കി. റെന്റ് പെയ്ഡ് ഒരു ട്രാൻസാക്ഷൻ ആണ്, ഉദാഹരണം അല്ലെ, റെന്റ് പെയ്ഡ്. അപ്പൊ ഈ റെന്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ മാസവും നമ്മൾ റെന്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ 12 മാസം നമ്മൾ റെന്റ് കൊടുത്തിട്ടുണ്ടാവും. ഈ 12 മാസത്തെ റെന്റും 12 സ്ഥലങ്ങളിലായിട്ട് ആ ബുക്കിൽ കാണാൻ പറ്റും. ഒരു മാസം കൊടുത്താൽ പിന്നെ അടുത്ത മാസം കൊടുക്കും. അപ്പൊ ഓരോ മാസവും നമ്മൾ ഇതിങ്ങനെ പരിശോധിച്ചാൽ 12 സ്ഥലത്തെ റെന്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഈ 12 സ്ഥലത്തെ റെന്റ് നമ്മൾ ഒരു സ്ഥലത്ത് മാറ്റി എഴുതും. അതാണ് ക്ലാസിഫിക്കേഷൻ.
അപ്പൊ റെന്റ് എന്ന് പറയുന്നത് ഒരേ സ്വഭാവമാണ്, അല്ലെങ്കിൽ റെന്റ് എന്ന് പറഞ്ഞ സിമിലർ നേച്ചർ ട്രാൻസാക്ഷൻ. ആ റെന്റ് എന്ന് പറയുന്നത് ഒരു കോളത്തിൽ വേറൊരു ബുക്കിൽ വേറൊരു പേജിൽ നമ്മൾ റെന്റ് എന്ന് ഹെഡിങ് കൊടുത്തുകൊണ്ട് ഈ 12 മാസത്തെ റെന്റ് നമ്മൾ അവിടെ എഴുതും. ഇതാണ് ക്ലാസിഫിക്കേഷൻ. ഇലക്ട്രിസിറ്റി ചാർജ്, എത്ര പ്രാവശ്യം നമ്മൾ ഇലക്ട്രിസിറ്റി ബിൽ അടച്ചിട്ടുണ്ടോ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ മാറ്റിയത്. ടെലിഫോൺ ചാർജ് ഉണ്ടെങ്കിൽ ടെലിഫോൺ ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റിയത്. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, നമ്മൾ എന്തെങ്കിലും സ്റ്റേഷനറി ചെലവുണ്ടെങ്കിൽ ആ സ്റ്റേഷനറി ചെലവ് നമ്മൾ വേറെ എഴുതും. ഇങ്ങനെ എന്തൊക്കെ നമുക്ക് ഒരേപോലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടോ ആ ട്രാൻസാക്ഷൻസിന് ഒരു സ്ഥലത്ത് എഴുതുന്നതിനെയാണ് വിളിക്കുക ക്ലാസിഫിക്കേഷൻ വിളിക്കുക. അപ്പോൾ പെട്ടെന്ന് ഈ വർഷം എത്ര റെന്റ് കൊടുത്തെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പേജ് നോക്കിയാൽ കൃത്യമായിട്ട് 12 വർഷത്തെ റെന്റ് അവിടെ കാണാൻ പറ്റും. നമ്മൾ തിരിച്ച് റെക്കോർഡിങ്ങിലാണ് പോകുന്നതെങ്കിൽ ആ റെക്കോർഡിംഗ് നമ്മൾ എല്ലാ വർഷത്തെ എല്ലാ മാസവും നമ്മൾ പരിശോധിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഇത് ക്ലാസിഫൈ ചെയ്യും. അതാണ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ആദ്യം റെക്കോർഡിംഗ് ഒരു വർഷത്തത് പിന്നീട് ഒരേ സ്വഭാവമുള്ളതൊക്കെ മാറ്റി പ്രത്യേക സ്ഥലത്ത് എഴുതും. ക്ലാസിഫിക്കേഷൻ. തേർഡ് വൺ സമ്മറൈസിങ്. ഇതിനെ ചുരുക്കുക എന്നർത്ഥം. ഒരു വിശാലമായ കിടക്കുന്ന അതിനൊന്ന് ചുരുക്കുക, സംഗ്രഹിക്കുക, സമ്മറൈസിങ്. ഫോർ എക്സാമ്പിൾ ഈ റെന്റിന്റെ കേസിന്റെ എടുക്കുക. നിങ്ങൾ ആ പേജിൽ ഇപ്പൊ 12 മാസം റെന്റ് കാണാം. ഒരു മാസം 5000 രൂപയാണ് നിങ്ങൾ റെന്റ് കൊടുക്കുന്നെങ്കിൽ, വാടക കൊടുക്കുന്നെങ്കിൽ ആ വാടക 12 മാസം വാടക കൂട്ടി 60,000 രൂപ ഉണ്ടാവുമല്ലോ. അപ്പൊ വേറൊരു പേപ്പറിൽ റെന്റ് എന്ന് പറഞ്ഞിട്ട് 60,000 എന്ന് നമ്മൾ മാത്രം എഴുതും. ഇപ്പൊ റെന്റ് 60,000. ഇപ്പൊ ചുരുക്കി ഈ 12 സ്ഥലത്ത് എഴുതിയത് ഒരു സ്ഥലത്ത് എഴുതി അവിടുന്ന് അതിന് ടോട്ടൽ മാത്രം എഴുതും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റ പേജിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. ഒറ്റ പേജിലേക്ക്. അപ്പൊ ക്ലാസിഫിക്കേഷൻ ഒറ്റ പേജിലേക്ക് നമുക്ക് ഇതിനെ കാര്യങ്ങൾ മാറ്റി എഴുതി അതിന് ഏറ്റവും ലളിതമായി ചുരുക്കി എഴുതുന്നതിനാണ് സമ്മറൈസിങ് എന്ന് വിളിക്കുക. ഇതേപോലെ റെന്റ് ഇത്ര, ഇലക്ട്രിസിറ്റി ഇത്ര, വാട്ടർ ചാർജ് ഇത്ര, ടെലിഫോൺ ചാർജ് ഇത്ര, പർച്ചേസ് ഇത്ര, സെയിൽസ് ഇത്ര എന്നെല്ലാം ഒറ്റ ഫിഗർ ആക്കി നമുക്ക് മാറ്റാൻ പറ്റും. അതൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് നമുക്ക് പഠിക്കും. അപ്പൊ അത് മനസ്സിലാക്കി വെക്കും. അപ്പൊ സമ്മറൈസിങ് ഇത് ചുരുക്കലാണ്. ഈ 3 കാര്യങ്ങളാണ് മെയിൻ ആൻഡ് ഫംഗ്ഷൻ: റെക്കോർഡിംഗ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് സമ്മറൈസിങ്. ഇതിന് ചുരുക്കി ഇങ്ങനെ ഇൻ സിഗ്നിഫിക്കന്റ് മാനർ, ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ, ഇൻ എ സിസ്റ്റമാറ്റിക് വേ. തോന്നിയെടുത്ത് എഴുതലോ എങ്ങനെയെങ്കിലും എഴുതലോ അല്ല, ഇൻ എ സിസ്റ്റമാറ്റിക് വേ. ഒരു ബുക്കിൽ അല്ലെ കൃത്യമായിട്ട് അതിന് റെക്കോർഡ് ചെയ്യാം. സിസ്റ്റമാറ്റിക് വേ ഓർ സിഗ്നിഫിക്കന്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി, പണത്തിന്റെ ഭാഷയിൽ എഴുതണം. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം ആലോചിക്കുക. പണവുമായിട്ട് ബന്ധമുള്ളത് മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. മോണിറ്ററി ആയിട്ട് വരുന്നത് ദോസ് ട്രാൻസാക്ഷൻ വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. പണത്തിന്റെ ഭാഷയിൽ പറയാൻ പറ്റുന്ന ഇടപാടുകൾ മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. പണത്തിന്റെ ഭാഷയിൽ പറയുന്ന ഇടപാടുകൾ മാത്രം റെക്കോർഡ് ചെയ്യുന്നു. ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് പണത്തിൽ പറയാൻ പറ്റുന്ന ഇടപാടുകൾ റെക്കോർഡ് ചെയ്യുന്നു. റെഡി? സിഗ്നിഫിക്കന്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി. എന്താണ് അങ്ങനെ ചെയ്യുന്നത്? ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ്. ട്രാൻസാക്ഷൻ നേരത്തെ ഞാൻ പറഞ്ഞ ഇടപാടുകൾ, അല്ലെങ്കിൽ ഇവന്റ് സംഭവങ്ങൾ. നേരത്തെ ഒരു ഇൻസിഡന്റ് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞായിരുന്നു, വെള്ളം ആ കടയിൽ വെള്ളം കയറി പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ വെള്ളം തിരിച്ചു ഇറങ്ങിപ്പോയി, പക്ഷെ വേറെ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. അതേസമയത്ത് അവിടെ നഷ്ടം ഉണ്ടാകുന്ന ഒരു ഇവന്റ് ആണ്. 1000 രൂപയുടെ നഷ്ടം ഉണ്ടെങ്കിൽ ലോസ് ബൈ ഫ്ലഡ്, തീ പിടിച്ചു നഷ്ടം, ലോസ് ബൈ ഫയർ. അങ്ങനെ എന്തെങ്കിലും സംഭവം നമ്മൾ പണവുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും സംഭവം നടന്നാൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് അതും ആവാം. ഇടപാടുകൾ മാത്രമല്ല, അങ്ങനെയുള്ള ഇവന്റുകളും ആവാം. ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഫിനാൻഷ്യൽ ക്യാരക്ടർ. സാമ്പത്തികമായിട്ട് ബന്ധം ഉണ്ടാവണം. അപ്പൊ സാമ്പത്തികമായി ബന്ധമുള്ള ഇടപാടുകളോ സംഭവങ്ങളോ റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക. ഓക്കെ, സാമ്പത്തികമായി ബന്ധമുള്ള ഇടപാടുകളോ സംഭവങ്ങളോ റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക. The last one, and interpreting the result thereof. That's another important one. Interpreting the result thereof. We should interpret for what purpose these transactions are recorded or classified and summarized. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ ചെയ്യുന്ന? നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന മകൻ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഈ ബിസിനസിന്റെ അവസ്ഥ, അതായത് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മെയിൻ പർപ്പസ് അത് തന്നെയാണ്. അക്കൗണ്ടിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്, ലാഭമാണോ അല്ല നഷ്ടമാണോ എന്ന് അറിയാനാണ്. അപ്പൊ ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് മീൻസ് വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ബിസിനസ്. എന്തിനാ റിസൾട്ട്? ഇപ്പൊ നിങ്ങൾ പ്ലസ് 1 റിസൾട്ട് നിങ്ങൾ മാർക്ക് അല്ലെങ്കിൽ പാസ് ഓർ ഫെയിൽ ആണ്, അതാണ് റിസൾട്ട് എന്ന് പറയുന്നത്. പ്ലസ് 1 റിസൾട്ട് പാസ് ഓർ ഫെയിൽ. അതേപോലെ ഒരു ബിസിനസ്സിന് പാസ് ഓർ ഫെയിൽ ഉണ്ട്, അതായത് പ്രോഫിറ്റ് ഓർ ലോസ്. ഇവിടെ പാസ് ഫെയിൽ എന്നല്ലോ നമ്മൾ പറയാം, ലാഭം അല്ലെങ്കിൽ നഷ്ടം. ലാഭം പ്രോഫിറ്റ് ഓർ ലോസ് ആണ്, അതാണ് ഒരു ബിസിനസിന്റെ റിസൾട്ട്. അപ്പൊ അത് കണ്ടുപിടിക്കാനാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. Then interpreting the result means we should make an analysis of this result and make some conclusion. ലാഭം നഷ്ടം കണ്ടുപിടിച്ച പോരാ, അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടി. അക്കൗണ്ടന്റ് മീൻസ്
അക്കൗണ്ടന്റ് എന്നാലായിരിക്കും അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ അക്കൗണ്ടന്റ് എന്ന് വിളിക്കുക. അപ്പൊ അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷനിൽ വരുന്ന ഒരു കാര്യം കൂടിയാണ് ഇന്റർപ്രിട്ടേഷൻ. ഈ റിസൾട്ടിനെ അനലൈസ് ചെയ്യുക. ഇപ്പൊ ലാഭം കിട്ടിയെന്ന് വരും, ആ ലാഭത്തിന് നമ്മൾ വിശകലനം ചെയ്യും. ഉദാഹരണത്തിന് ഒരു ബിസിനസ്സിൽ 3 ലക്ഷം രൂപ ലാഭം കിട്ടി എന്ന് പറയും. നമ്മൾ മോശമില്ല, ആ സ്ഥാപനത്തിന്റെ സൈസ് ഒക്കെ നോക്കി നമ്മൾ മോശമില്ല എന്ന് പറയും. പക്ഷെ കഴിഞ്ഞ വർഷം ഈ ബിസിനസ്സിന് 12 ലക്ഷം രൂപ ലാഭം ഉണ്ടായിരുന്നു. 12 ലക്ഷം രൂപ കഴിഞ്ഞ വർഷം ലാഭം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ 3 ലക്ഷം രൂപ വളരെ മോശമായിട്ട് തോന്നും, അല്ലെങ്കിൽ മോശമാണ്. കാരണം വളരെ മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് തോന്നിയത്? നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ്. 10th സ്റ്റാൻഡേർഡിൽ ഫുൾ A+ വാങ്ങിയ ഒരു കുട്ടി +2 മാർക്ക് പറയുമ്പോൾ നമ്മൾ ആദ്യം കമ്പയർ ചെയ്യുന്നത് ഫുൾ A+ വാങ്ങിയ ഒരു കുട്ടി എന്നാണ്. ശരിയല്ലേ? അതേസമയത്ത് അവിടെ വളരെ മോശം മാർക്ക് വാങ്ങിയ ഒരു കുട്ടി +2 നല്ല മാർക്ക് വാങ്ങുമ്പോൾ നമ്മൾ നന്നായിട്ട് പറയുന്നത് അവിടെ കമ്പയർ ചെയ്തിട്ടാണ്. ഇതേപോലെ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ പെർഫോമൻസ് നോക്കിയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ബിസിനസിന്റെ കഴിഞ്ഞ വർഷത്തെ പുതിയതായിട്ട് തുടങ്ങുന്ന ബിസിനസ് ആണെങ്കിൽ അങ്ങനെ കമ്പാരിസൺ നടത്താൻ പറ്റില്ല. പക്ഷെ എന്നാൽ ഈ വർഷത്തെ പ്രോഫിറ്റ് കൂടുതലാണോ കുറവാണോ, എന്തുകൊണ്ട് കുറഞ്ഞു എന്തുകൊണ്ട് കൂടി, ഇതൊക്കെ നമുക്ക് പിന്നെ വിശകലനം ചെയ്യാൻ പറ്റും. ഒരുപാട് വർഷങ്ങളിലുള്ള സ്ഥാപനമാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലെ പ്രോഫിറ്റ് ഒക്കെ എടുത്തുകൊണ്ട് ഒരു അനാലിസിസ് നടത്തണം. ചുരുക്കി പറഞ്ഞാൽ ഈ കിട്ടിയ ലാഭത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു വിശകലനം നടത്തണം എന്നർത്ഥം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ അക്കൗണ്ടിംഗ് എന്ന് വിളിക്കുക. സോ അക്കൗണ്ടിംഗ് is an art of recording, classifying, summarizing in significant manner in terms of money, transactions and events which are in part at least financial character and interpreting the result thereof. അപ്പോൾ ഒരു ബിസിനസ് നടക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ റെക്കോർഡ് ചെയ്യുക, അതിനെ ക്ലാസിഫിക്കേഷൻ നടത്തുക, അതിനെ സമ്മറൈസ് ചെയ്യുക, എന്തിനു വേണ്ടിയിട്ട്? റിസൾട്ട് കണ്ടുപിടിക്കാനും അത് വിശകലനം ചെയ്യുന്നതിന്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിനാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഇതാണ് അക്കൗണ്ടിങ്ങിന്റെ മീനിങ്. ദെൻ ഒരു കാര്യം കൂടി പറയാം. അക്കൗണ്ടിംഗ് ഈസ് നോൺ ആസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് ഇത്രയും വലിയൊരു കാര്യമാണ് അക്കൗണ്ടിംഗ് പറഞ്ഞത്. അത് അക്കൗണ്ടിംഗ് ഒരു വിശേഷണമാണ്. അക്കൗണ്ടിംഗ് ഈസ് നോൺ ആസ് ലാംഗ്വേജ് ഓഫ് ബിസിനസ്. എന്തിനാണ് അക്കൗണ്ടിംഗ്, എന്തുകൊണ്ടാണ് അക്കൗണ്ടിംഗ് ലാംഗ്വേജ്? വാട്ട് ഈസ് ഫംഗ്ഷൻ ഓഫ് ലാംഗ്വേജ്? നമുക്കറിയാം, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഒരുപാട് ഭാഷകൾ. എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഫോർ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. സോ ബിസിനസിന്റെ കാര്യങ്ങൾ നമ്മോട് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് ആണ്. ബിസിനസിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഇടപാടുകളാവാം, ലാഭമാവാം, നഷ്ടമാവാം, മറ്റു കാര്യങ്ങൾ, അതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കുന്നത് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് കൂടിയാണ്. അതുകൊണ്ടാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒരു മീഡിയത്തിലൂടെയാണ്. അതുകൊണ്ടാണ് അക്കൗണ്ടിങ്ങിനെ നമ്മൾ ബിസിനസിന്റെ ലാംഗ്വേജ്. The next one, who introduced this accounting system? ആരാണ് ഈ അക്കൗണ്ടിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? പ്ലസ് നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ആരാണ് ഈ അക്കൗണ്ടിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇന്ന് കാണുന്ന ഈ അക്കൗണ്ടിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലൂക്കോ പെസിയോളി, an Italian mathematician who introduced this system of accounting. ഇന്ന് കാണുന്ന രീതിയിലുള്ള അക്കൗണ്ടിംഗ് അത്രയും ഡെവലപ്ഡ് ആയില്ലെങ്കിലും ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് ഈ അക്കൗണ്ടിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, അതുകൊണ്ട് അദ്ദേഹത്തെയാണ് നമ്മൾ അക്കൗണ്ടിംഗിന്റെ ഫാദർ എന്ന് വിളിക്കുന്നത്. ഫാദർ ഓഫ് അക്കൗണ്ടിംഗ് ലൂക്കോ പെസിയോളി ഈസ് an Italian mathematician. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. അക്കൗണ്ടിംഗ് ഈസ് നോൺ ആസ് ലാംഗ്വേജ്, then the father of accounting ലൂക്കോ പെസിയോളി, then meaning of accounting. Once again ഒന്നിച്ച് പറയാം. Okay, AICPA defined accounting as art of recording, classifying and summarizing in significant manner and in terms of money, transactions and events which are in part at least financial character and interpreting the result thereof. Definition മനസ്സിലായി വിചാരിക്കുന്നു. പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.